ഈ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് ഓരോ സൈനിക വിമാനത്തിനും ചെലവാകുന്ന തുക എത്രയെന്നറിയോ? $10 ലക്ഷം അതായത് ചാർട്ടേഡ് വിമാനങ്ങളെക്കാൾ യുഎസിന് പക്ഷേ അതൊരു പ്രശ്നമല്ല. യുഎസിന് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രഥമമായിട്ടുള്ള. അത് പ്രശ്നമാവോ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് നമുക്ക് പാരയായിട്ട് വരുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അതെ, റിപ്പോർട്ട് കാണാം. മുൻകാലങ്ങളിൽ ചാർട്ടേഡ് വിമാനങ്ങളിലാണ് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സൈനിക വിമാനങ്ങളാണ്. ചാർട്ടേഡ് വിമാനങ്ങളെക്കാൾ 3 മടങ്ങ് ചെലവ് കൂടുതലാണ് സൈനിക വിമാനങ്ങൾക്ക്. C-17A ഗ്ലോബ് മാസ്റ്റർ 3 എന്ന വലിയ സൈനിക വിമാനത്തിലാണ് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ആയിരത്തി 1995 അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായ ഈ വിമാനങ്ങൾ ലോകത്ത് പലയിടത്തും സൈനികാവശ്യങ്ങൾക്കായി അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ കണക്ക് പ്രകാരം മണിക്കൂറിന് $8,577 ചാർട്ടേഡ് വിമാനത്തിന്റെ ചെലവ്. US എയർ മൊബിലിറ്റി കമാൻഡിന്റെ കണക്ക് പ്രകാരം C-17 വിമാനത്തിന് മണിക്കൂറിന് ചെലവ് $28,562. കമേഴ്ഷ്യൽ ഹബ്ബുകൾക്ക് പകരം സൈനിക താവളങ്ങളിലെത്തിയാണ് ഇവയിൽ ഇന്ധനം നിറയ്ക്കുന്നത്. ഒരു സൈനിക വിമാനം ഇന്ത്യയിലെത്തി മടങ്ങുന്നതിന് ഏറ്റവും കുറഞ്ഞത് $10 ലക്ഷം ചെലവുണ്ടെന്നാണ് വിവരം. അതായത് നാട് കടത്തപ്പെടുന്ന ഓരോ ഇന്ത്യക്കാരനും അമേരിക്ക ചെലവാക്കുന്നത് ശരാശരി $10,000 സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് അമേരിക്കൻ യാത്രാ വിമാനത്തിൽ $500, ബിസിനസ് ക്ലാസ്സിൽ $4,000 മാത്രമേ ചെലവുള്ളൂ എന്നും അറിയുക. റിസർച്ച് ഡെസ്ക് 24. യെസ്, അപ്പോൾ ചെലവുണ്ട്, വരുന്നതിനും ചെലവുണ്ട്. അപ്പം ഈ അനധികൃത കുടിയേറ്റത്തെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ഏത് രാജ്യത്താണെങ്കിലും അനധികൃതമായി രേഖകളില്ലാതെ കുടിയേറുന്നത്, താമസിക്കുന്നത് തെറ്റാണ്. അത് ഇന്ത്യയിലാണെങ്കിലും ആരാണെങ്കിലും നമ്മളും അവരെ പുറത്താക്കാറുണ്ട്. സമാനമായിട്ടുള്ള പ്രശ്നം നേരിടുന്നുണ്ട് മറ്റു രാജ്യങ്ങൾ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന്. അതെ, മനുഷ്യത്വരഹിതമായി ഇങ്ങനെ കാൽവിലം കണിയിച്ച് കൊണ്ടുവരുന്നതിനെതിരെയാണ് സ്വരം ഉയരുന്നത്. പക്ഷേ അമേരിക്ക അതൊന്നും കൂട്ടാക്കുന്നില്ല. സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കുന്നല്ലാതെ പുരുഷന്മാരെ ഇന്നലെയും കൊണ്ടുവന്നത് കൈവിലം കണിയിച്ച് തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ.